സ്തോത്രം സ്തോത്രം. നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, പ്രഭാതത്തില് എഴുന്നേറ്റ് ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുവാനും വചനം ധ്യാനിക്കുവാനും ഒക്കെ തന്നെ ഈ അവസരത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലേലൂയ. കർത്താവെ, കൂടി വന്ന എല്ലാവരും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഹാലേലൂയ ദൈവസന്നിധിയിൽ ഇരിക്കുവാനും കർത്താവെ, ഹാലേലൂയ വചനം പരിശുദ്ധാത്മാവ് തന്നെ കർത്താവെ അത് ഞങ്ങൾക്ക് വിവേചിച്ച് ഹാലേലൂയ ഞങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി തരണമേ. ആഴത്തിൽ വെളിപ്പെടുത്തി തന്ന കർത്താവെ, ആ വചനത്തിന്റെ ജീവൻ ഞങ്ങളിൽ വെളിപ്പെട്ട് വരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. ഇൻ ജീസസ് നെയിം ഐ പ്രേ. ആമേൻ, ആമേൻ. ഞാൻ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു നിർത്തിയത് നിത്യജീവൻ എങ്ങനെ പ്രാപിക്കാം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ക്രിപ്ചറാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കർത്താവ് ഒരു പാരബിൾ പറയുന്നുണ്ട്. പക്ഷെ കർത്താവ് ഈ പാരബിൾസ് ഒക്കെ പറയുന്നതിന്റെ കാര്യം എന്താണ്? കാരണം ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങള് വെളിപ്പെടുത്തുന്നത് കർത്താവ് ചിലത് ഇങ്ങനെ പാരബിൾസ് ആയിട്ടാണ് പറയുന്നത്. അപ്പം ആ കർത്താവ് ഇത് കഴിഞ്ഞിട്ട് ഒരു പാരബിൾ പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ മുമ്പ് നമുക്ക് ഈ ദൈവരാജ്യവും നീതിയും പിന്നെ ഈ പാരബിൾസിന്റെ കാര്യമൊക്കെ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാ. ദൈവത്തിന്റെ രാജ്യം കർത്താവ് പറഞ്ഞ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആദ്യം തന്നെ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, പിന്നീട് ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ഞാൻ ഒന്ന് വായിക്കാം. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. കർത്താവ് ഇതാണ് നമ്മളെ പഠിപ്പിച്ച, ആദ്യം തന്നെ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. നമ്മൾ ആദ്യം തന്നെ എന്താ പറയുന്നത്, വിശ്വാസത്താൽ നമ്മൾ ദൈവരാജ്യത്തിലോട്ട് പ്രവേശിച്ചു. വിശ്വാസത്താൽ നമ്മൾ നീതി പ്രാപിച്ചു. ഇതിന് ശേഷം നമ്മൾ എന്ത് രാജ്യവും നീതിയാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? അന്വേഷിക്കുന്നുണ്ടോ? ഇത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എന്ന് പറഞ്ഞ ദൈവരാജ്യത്തിൽ വന്നതിന് ശേഷം ആക്ച്വലി ഈ സെർമൺ ഓൺ ദ മൗണ്ട് തന്നെ ദൈവരാജ്യത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ കർത്താവ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോ നമ്മൾ ദൈവരാജ്യത്തിൽ വന്നതിന് ശേഷം ഇനി രാജാവിന്റെ കാര്യങ്ങൾക്കാ ഏറ്റവും പ്രാധാന്യമുള്ളൂ. നമ്മുടെ കാര്യങ്ങൾ പോയി. കാരണം കർത്തൃത്വം നമ്മൾ ആർക്ക് കൊടുത്തു? കർത്താവിന് കൊടുത്തു. മുമ്പ് എങ്ങനെയായിരുന്നു? കർത്തൃത്വം നമുക്കായിരുന്നു. നമ്മുടെ കാര്യങ്ങളുടെ കർത്തൃത്വമൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന അങ്ങനെ. പക്ഷേ രക്ഷകൻ എന്ന് പറയാൻ എളുപ്പമാണ്. കർത്താവാണ് എന്റെ കർത്താവ് എന്നെ രക്ഷിച്ച്, കർത്താവ് എനിക്ക് വിടുതൽ തന്നെ, ഇതെല്ലാം പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ കർത്തൃത്വം കർത്താവിനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇനിമേൽ നമുക്ക് നമ്മുടെ മേല് ഒരു അധികാരവും ഇല്ല. ദൈവമാണ് കർത്തൃത്വം നടത്തുന്നത്. കർത്താവിന്റെ ഹിതം എന്താണോ അത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഇനിയുള്ളൂ. സ്വന്തമായിട്ട് നമുക്ക് ഇനി തീരുമാനങ്ങൾ പോലും ഇല്ല. എന്ത് ചെയ്യുമ്പോഴും അതിനാണ് കർത്തൃത്വം. കർത്തൃത്വം ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഹൃദയത്തിനകത്ത് ദൈവത്തെ തന്നെ നമ്മൾ ദൈവമായി ആരാധിച്ച് അവന് എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അവനാണ് നമ്മളുടെ എന്താ പറയുന്നത്, ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് അവനാണ്. അതാണ് കർത്തൃത്വം എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിനും. അപ്പൊ നമ്മളുടേതായല്ല, കാരണം നമ്മളുടെ ജഡം ക്രൂശിക്കപ്പെട്ടല്ലോ. ഇനി ഞാനല്ല, ക്രിസ്തു അത്ര ജീവിക്കുന്നതെന്ന് പറഞ്ഞ കർത്താവിനാണ് ഇനി കർത്തൃത്വം. അപ്പോ ഈ ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുന്ന എല്ലാ ദിവസവും ദൈവത്തിന്റെ ഹിതം നമുക്ക് അറിയേണ്ടത് ആവശ്യം. കാരണം നമ്മൾ പാപജടത്തില് ഈ പാപലോകത്തിൽ ഇരിക്കുന്നത് കൊണ്ട് കർത്താവിന്റെ കർത്തൃത്വം നമ്മളിൽ വെളിപ്പെട്ടാൽ മാത്രമേ ദൈവത്തിന്റെ രാജ്യം നമ്മളിൽ വെളിപ്പെടുന്നുള്ളൂ. ഇതുപോലെ തന്നെ വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. അതോടുകൂടി എല്ലാം തീർന്നോ? അങ്ങനെ വിശ്വാസത്താൽ ശരിയാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടു. നമ്മളെ ദൈവം വിളിക്കുന്നത് എന്താ? നീതിമാൻ എന്നാ നമ്മൾ വിളിക്കുന്നത്. അതെല്ലാം ശരിയാണ്. പക്ഷെ അതുകൊണ്ട് തീർന്നോ? ഈ ദൈവരാജ്യത്തിന്റെ നീതി എല്ലാ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, ഓരോ പ്രഭാതം ദൈവം നമുക്ക് തരുമ്പോൾ, അന്ന് ഓരോ ദിവസം നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകൾ ഉണ്ടാകും, സാഹചര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ളിടത്ത്
എപ്പോഴും ദൈവത്തിന്റെ നീതിയാണ് നമ്മൾ വെളിപ്പെടുത്തേണ്ടത്. അത് ഒരു ദിവസം കൊണ്ട് നമ്മളെ നീതിമാൻ എന്ന് വിളിച്ചു അല്ലെങ്കിൽ നീതിമാന്മാരാക്കി നമ്മളെ വെച്ചു എന്ന് കൊണ്ട് നമുക്ക് ആ നീതി ഒരിക്കലും അന്നുകൊണ്ട് തീരുവല്ല. ദിവസവും ആ നീതി നമ്മളിലൂടെ വെളിപ്പെട്ടു വന്നിരിക്കണം. അതാണ് ദൈവത്തിന്റെ രാജ്യവും നീതിയും. ഇപ്പൊ 2 പത്രോസ് 1:11 നമുക്ക് വായിക്കാം. അവിടെ എഴുതിയിരിക്കണത്, ഉം, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അപ്പോ അതിന്റെ താഴെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ നിത്യരാജ്യത്തിലേക്കുള്ള ധാരാളം പ്രവേശനം, നമ്മൾ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിച്ച് ദൈവരാജ്യത്തിലേക്കുള്ള, അവന്റെ രാജ്യത്തിലേക്കുള്ള അധികം പ്രവേശനം നമുക്ക് വേണം. എന്തിനാണ് അധികം പ്രവേശനം? ഈ അധികം പ്രവേശനം കിട്ടിയാൽ മാത്രമാണ് ദൈവത്തിന് അല്ലെങ്കിൽ നമ്മുടെ സ്വർഗസ്വനായ അപ്പന് നമ്മളെ അധിക കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കാനുണ്ട്. ഈ ലോകത്ത് നമുക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അല്ലെ? ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നിത്യരാജ്യത്തിൽ ദൈവം തന്റെ മക്കൾക്ക് സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ നിത്യരാജ്യത്തിലോട്ടുള്ള പ്രവേശനം അധികമായിട്ട് ലഭിക്കണം. നമ്മളിപ്പോ രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മളുടെ ഒരു എന്താ പറയണ, രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മളുടെ നിൽപ്പല്ല ഇപ്പോ. നമ്മൾ മെച്യൂരിറ്റിയിലോട്ട് വളരും തോറും, ദൈവവചനം അറിയും തോറും, ദൈവരാജ്യത്തെക്കുറിച്ച് ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അറിയും തോറും നമ്മൾക്ക് ദൈവിക പരിജ്ഞാനം വർദ്ധിക്കുന്ന അനുസരിച്ച് ദൈവരാജ്യത്തിലുള്ള കാര്യങ്ങളോടുള്ള ആക്സസ് കൂടുതലാണ്. ഇതുപോലെ തന്നെ കർത്താവ് പറയുന്നത്, അപ്പൊ ഈ രാജ്യവും നീതിയും അന്വേഷിച്ച് നമ്മൾ അധികം ക്രിസ്തുവിന്റെ രാജ്യത്ത് നമ്മൾ അറിയുകയും ക്രിസ്തുവിനെ കുറിച്ച്, രാജാവിനെ കുറിച്ച് അറിയുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അധികം. അത് മാത്രമല്ല, അവന്റെ സകല നിറവ് നിറഞ്ഞു വരണം. ക്രിസ്തുവിനെ പോലെ ആകാനാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ആ നിറവ് നമ്മളിൽ നിറയുന്നതനുസരിച്ചാണ് ഈ രാജ്യത്തിലോട്ടുള്ള പ്രവേശനം അധികമായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നിത്യരാജ്യത്തിലോട്ടുള്ള പ്രവേശനം അധികം ഉണ്ടെങ്കിലേ അധികം കാര്യങ്ങള് ദൈവത്തിന് നമ്മളെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ദൈവത്തിന്റെ നീതി എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ദൈവത്തിന്റെ രാജ്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പൊ ദൈവത്തിന്റെ നീതി എങ്ങനെയാണെന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവൻ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നമുക്കറിയാവുന്ന വചനങ്ങളൊക്കെയാണ് ഇത്. ദൈവത്തിന്റെ നീതി വർക്ക് ചെയ്യുന്നത് ഒരിക്കലും സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് പോലെയാണ്. നാച്ചുറൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ, നമുക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 2 ആപ്പിൾ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നു, ഓരോന്ന് ഓരോ കുഞ്ഞിന് കൊടുത്തു, ഇല്ലേ? ഇതല്ലേ നീതിയായിട്ടുള്ള കാര്യം? അല്ലോ, ഇതാണ് നീതിയായിട്ട്. പക്ഷെ ദൈവരാജ്യത്തിന്റെ നീതി എങ്ങനെയാ വർക്ക് ചെയ്യണേന്ന് അറിയോ? ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ, ദാഹിക്കുന്നവനും വിശക്കുന്നവനും മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇതാണ് ദൈവരാജ്യത്തിന്റെ നീതി. എല്ലാവർക്കും കൊടുക്കുന്നില്ല. എല്ലാവരും പള്ളി പോയി എന്ന് വെച്ച് എല്ലാവർക്കും ദൈവം കൊടുക്കുന്നില്ല. ദാഹിക്കുന്നവനും വിശക്കുന്നവനും നീതിക്കായിട്ട്, ദൈവത്തിന്റെ നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവന്, അവർക്ക് മാത്രമേ ദൈവം തൃപ്തി വരുത്തുന്നുള്ളൂ. എല്ലാവർക്കും ദൈവം തൃപ്തി വരുത്തുന്നില്ല. ഇതാണ് ദൈവത്തിന്റെ നീതി. ദൈവരാജ്യത്തില് ദൈവത്തിന്റെ നീതി ഇങ്ങനെയാ വർക്ക് ചെയ്യണത്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലോകത്തിന്റെ സിസ്റ്റവും ദൈവത്തിന്റെ സിസ്റ്റവും ടോട്ടൽ 2 ഡിഫറെന്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ദൈവത്തിന്റെ സിസ്റ്റം എങ്ങനെയാ? ദൈവത്തിന്റെ നീതി ഇങ്ങനെയാ വർക്ക് ചെയ്യുള്ളൂ. കാരണം നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവന് മാത്രമേ ദൈവത്തിന് തൃപ്തി വരുത്താൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാല്, ഒരു എന്താ, വയറ് നിറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് കൊണ്ടുവന്ന ബിരിയാണി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി കൊടുക്കുവാണ്. അയാൾക്ക് അത് കഴിക്കാൻ പറ്റുമോ? വയറ് നിറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും എത്ര നല്ല ഭക്ഷണമാണെന്ന് പറഞ്ഞാലും അയാൾക്ക് കഴിക്കാൻ പറ്റില്ല. അയാൾ പറയും, ആ
കുറച്ച് കഴിയട്ടെ, പിന്നെ ആട്ടെ, ഇപ്പൊ പറ്റും, ഇപ്പൊ വേണ്ട എന്നയാൾക്ക് പറയാൻ പറ്റുള്ളൂ. ഇതുപോലെയാണ് നമ്മള് നീതി. എനിക്ക് ഞാൻ രക്ഷിക്കപ്പെട്ട് ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ പിന്നെ ഫാസ്റ്റിംഗ് പ്രയർ ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം ഒരു വശത്ത്. പക്ഷെ നീതിക്കായിട്ടുള്ള വിശപ്പും ദാഹവും ഇല്ലാത്തവനെ ദൈവത്തിന് തൃപ്തി വരുത്താൻ പറ്റില്ല. അപ്പൊ ദൈവരാജ്യത്തിന് നമ്മൾ വന്നു എന്നത് കൊണ്ട് മാത്രമല്ല, ക്രിസ്തുവിന്റെ നീതിയും രാജ്യവും എല്ലാം അതിനുള്ള ഒരു ദാഹമില്ലാത്ത ഒരാളെ ഒരിക്കലും ദൈവത്തിന് തൃപ്തി വരുത്താൻ പറ്റില്ല. 2 പത്രോസ് 1:1 നോക്കുകയാണെങ്കിൽ നീതിയാൽ ലഭിച്ച അതിവിശുദ്ധ വിശ്വാസം. 2 പത്രോസ് 1 അവിടെ എഴുതിയിരിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തോലനുമായ ശിമോൻ പത്രോസ് നമ്മുടെ ദൈവത്തിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? നീതിയാൽ ലഭിച്ച അതിവിശുദ്ധ വിശ്വാസം. വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. പക്ഷെ നീതിയാൽ അതിവിശുദ്ധ വിശ്വാസം എന്ന് പറഞ്ഞാല് ഈ നമ്മള് വിശ്വാസത്താൽ ക്രിസ്തുവിന്റെ നീതി നമ്മൾ സ്വീകരിക്കുവാണ്. ക്രിസ്തുവിന്റെ നീതി നമ്മളിൽ നിക്ഷിപ്തമായി കഴിഞ്ഞു എന്ന് പറഞ്ഞ ഈ ഭൂമിയിൽ നമ്മൾ ഏത് സാഹചര്യത്തിലൂടെ, ഏത് അല്ലെങ്കിൽ സിറ്റുവേഷൻസിലൂടെ മനുഷ്യരെ നമ്മൾ വേദനിപ്പിക്കുന്ന അങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളുണ്ട്. ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ഈ ക്രിസ്തുവിന്റെ നീതി ഓരോ സാഹചര്യത്തിലും നമ്മളിൽ വെളിപ്പെട്ടു വരണം. കാരണം അതിനു വേണ്ടിയിട്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, 1 യോഹന്നാൻ 4:17 പറയുന്നത്, അവൻ ഇരിക്കുന്നത് പോലെ നാമും ഈ ഭൂമിയിൽ ഇരിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞ അതേപോലെ നമ്മളെ ക്രിസ്തു ഇപ്പൊ നമ്മുടെ സ്ഥാനത്ത് ക്രിസ്തു എന്ത് ചെയ്യുമോ അത് തന്നെ നമ്മൾ ചെയ്യണം. കാരണം ഇനി ചെയ്യാൻ പറ്റില്ല എന്ന് ദൈവത്തോട് പറയാൻ പറ്റില്ല. കാരണം പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ രാജ്യവും നമ്മൾ വെളിപ്പെടുത്തിയേ പറ്റുള്ളൂ. മറ്റത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കാരണം നമുക്ക് ആ പരിശുദ്ധാത്മാവൊന്നും ഇല്ല. പിന്നെ ജഡത്തിന്റെ വഴിക്കും ലോകത്തിന്റെ വഴിക്കും ഒക്കെ നടക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചതിന് ശേഷം ഓരോ ദിവസവും ക്രിസ്തുവിന്റെ നീതി നമ്മളെ ഉപദ്രവിക്കുന്നവരുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോഴും, അല്ലെങ്കിൽ അതിലൂടെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ക്രിസ്തുവിന്റെ നീതി നമ്മൾ വെളിപ്പെടുന്നുണ്ടോ, നമ്മളിലൂടെ വെളിപ്പെടുന്നുണ്ടോ? ക്രിസ്തുവിന്റെ മഹത്വമാണോ, ക്രിസ്തുവിന്റെ രാജ്യമാണോ നമ്മൾ വെളിപ്പെടുത്തുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. അതാണ് ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാന്ന് നമ്മൾ പറയണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണ ദൈവത്തിന്റെ നീതിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, ഇപ്പം ഞാൻ കുറച്ച് സ്ഥലം കൊടുത്തതിന് ശേഷം കൊടുത്ത സ്ഥലത്ത് അയാള് വീട് വെച്ചു. പക്ഷെ വീട് വെച്ചപ്പോ ബാക്കി സ്ഥലം കുറച്ച് ബാക്കി അവിടെ കിടപ്പുണ്ട്. ആ സ്ഥലം കുറച്ച് അയാള് എടുത്താണ് വീട് പണിതത്. എൻക്രോച്ച്മെന്റ് നടത്തുക എന്നൊക്കെ പറയുമല്ലോ. അയാള് വീട് കുറച്ചും കൂടെ എന്റെ കുറച്ച് സ്ഥലം കൂടി എടുത്ത് അയാള് വീട് പണിതു. അപ്പൊ ഇത് നോക്കുവാണെങ്കിൽ ഞാൻ എന്ത് ചോദിക്കും? ഞാൻ പറയും, നിങ്ങൾ എന്തുകൊണ്ട് ഈ വീട് ഈ എന്റെ സ്ഥലത്തോട്ട് കയറ്റി പണിതു? ഒന്നേ നിങ്ങൾ അതിന് നഷ്ടപരിഹാരം തരണം. തരില്ലാന്ന് കണ്ടാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്തായാലും കേസ് കൊടുക്കാൻ പോകും, ഇല്ലേ? ഇതിൽ ഏതെങ്കിലും ഒന്ന് നാച്ചുറൽ ആയിട്ട് ഒരു മനുഷ്യൻ ന്യായമായിട്ട്, ഇത് ക്രിസ്ത്യാനി ആണെങ്കിലും അല്ലെങ്കിലും ന്യായമായിട്ട് ചെയ്യുന്ന കാര്യം എന്താണ്? ഇതേ നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞ ഒരു സെന്റിന് ഭയങ്കര വിലയുണ്ട്, ഇല്ലേ? ആരെങ്കിലും ഫ്രീ ആയിട്ട് എന്നാ ശരി നീ ഒരു സെന്റ് എടുത്തോ, ഒത്തിരി പൈസയുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ ആണെങ്കിൽ കൊടുക്കുമായിരിക്കും. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ പൈസ എണ്ണി, ഇനി പൈസ ഉള്ളവരാണെങ്കിൽ പോലും നമ്മൾ ഓരോ സെന്റിനും വില എണ്ണി തൂക്കി നമ്മൾ വെച്ചിരിക്കുന്നത്. ഒരാൾ അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് നാച്ചുറലായിട്ട് നമ്മളുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഇത് തന്നെയായിരിക്കും. ഒന്നേയാളോട് പൈസ എനിക്ക് നഷ്ടപരിഹാരം തരണം, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ ചെയ്യാൻ പാടില്ല. പിന്നെ അയാൾ തരില്ല, ഒന്നും ചെയ്യില്ലെങ്കിൽ പിന്നെ ഞാൻ കേസ് കൊടുക്കണം. പക്ഷെ ദൈവത്തിന്റെ നീതി, ക്രിസ്തു എന്തായിരിക്കും? നമ്മുടെ സ്ഥാനത്ത് ക്രിസ്തു എന്ത് ചെയ്യും? വാട്ട് വുഡ് ജീസസ് ഡു? അതാണ്, ആ നീതിയാണ് നമ്മളിലൂടെ വെളിപ്പെട്ടു വരേണ്ടത്. അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ, അല്ലേ?
അത് ഈസി ആയിട്ട് നമുക്ക് വരില്ല. ഇതാണ് പൗലോസ് പറയുന്നത്, അന്യായം ക്ഷമിക്കുകയും അതുപോലെ നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത് എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. എല്ലാവർക്കും 1 കൊരിന്ത്യർ 6:9 ഒന്ന് നമുക്ക് വായിക്കാം. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള, അപ്പൊ ഇങ്ങനത്തെ നീതി വെളിപ്പെടണമെങ്കിൽ നമുക്ക് ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. 1 കൊരിന്ത്യർ 6. അത് പറഞ്ഞിരിക്കുന്ന, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അതിനു മുമ്പ് പറയുന്നത്, നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തത് എന്ത്, നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത് എന്നാ പറയുന്നത്. ഇതൊക്കെ ആർക്കെങ്കിലും പറ്റുന്ന കാര്യമാണോ? അന്യായം സഹിക്കുക, നഷ്ടമേറ്റ് 1 സെന്റ് സ്ഥലവും പോയി ചെയ്തത് അന്യായവും, ഇത് സഹിക്കാൻ ആർക്കെങ്കിലും പറ്റുന്ന കാര്യമാണോ? കാരണം കർത്താവ് നമുക്ക് വേണ്ടി അന്യായം സഹിച്ചു, നഷ്ടമേറ്റു. പൗലോസിന് ഇത് മനസ്സിലായി. പൗലോസ് പറയണ ക്രിസ്ത്യാനികൾ അപ്പൊ ദൈവത്തിന്റെ രാജ്യവും നീതിയും വെളിപ്പെടുത്തണമെങ്കില് ഇതുപോലെയുള്ള അന്യായങ്ങൾ സഹിക്കേണ്ടി വരും. അപ്പം ക്രിസ്തുവിന്റെ നിറവാണ്, അല്ലെങ്കിൽ ആ രാജാവിന്റെ സ്വഭാവം, രാജാവിന്റെ നീതി, രാജ്യം, ഇത് വെളിപ്പെടുത്താനാണ് നമ്മളെ ഭൂമിയിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. വി ആർ അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, അല്ലേ, ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെ ഈ ക്രിസ്തു എന്ത് ചെയ്യും, നമ്മൾ ഇപ്പം എന്താ പറയുക, ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ക്രിസ്തു എന്ത് ചെയ്യുമോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ രാജ്യവും. വാട്ട് വുഡ് ജീസസ് ഡു എന്നുള്ളതാണ്. അപ്പോ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 12-ാം വാക്യത്തിൽ നോക്കുവാണെങ്കിൽ, അവിടെ എഴുതിയിരിക്കുന്നത്, യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യം ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? സ്വർഗരാജ്യം ബലാത്കാരികൾ പിടിച്ചടക്കുന്നു. ഓക്കെ, ഇപ്പൊ പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, നമ്മള് ഈ അന്യായം സഹിക്കാൻ, നഷ്ടമേക്കുക, അല്ലെങ്കിൽ വാട്ട് വുഡ് ജീസസ് ഡു ഇൻ ദിസ് ടൈം, ഇൻ ദിസ് സിറ്റുവേഷൻ, എവ്രി ഡേ. ഇത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കർത്താവ് എന്ത് ചെയ്യുമായിരുന്നു? അന്യായം ചെയ്താണ്, അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരുത്തി, നമുക്ക് പല രീതിയിൽ പ്രയാസം ഉണ്ടാക്കിയ ഒരാള്, വാട്ട് വുഡ് ജീസസ് ഡു? അത് നമ്മൾ ഓരോ ദിവസവും, അതാണ് ദൈവത്തിന്റെ രാജ്യവും നീതിയും നമ്മൾ വെളിപ്പെടുത്തുന്നത്. അപ്പോ ഇവിടെ ബലാത്കാരികളാണ് ദൈവത്തിന്റെ ദൈവരാജ്യം, സ്വർഗരാജ്യം പിടിച്ചെടുക്കുന്നതെന്ന് കർത്താവ് പറയാം. എന്തുകൊണ്ടാണ് ബലാത്കാരികൾ സ്വർഗരാജ്യം കാരണം നമ്മൾ ബലാത്കാരികൾ എന്ന് പറഞ്ഞാല് ക്രിസ്തുവിന്റെ രാജ്യത്തിലോട്ടുള്ള അധികം പ്രവേശനത്തെ കുറിച്ച് നമ്മൾ ആദ്യം കണ്ടു. അപ്പൊ ഈ ക്രിസ്തുവിന്റെ രാജ്യത്തോട്ടുള്ള അധികം പ്രവേശനം വേണമെങ്കിൽ ബലാത്കാരികൾ, വിച്ച് മീൻസ് നമ്മുടെ സ്വന്തം ജീവനെ വിട്ടുകളഞ്ഞിട്ട് ക്രിസ്തുവിന്റെ ജീവനിലോട്ട് പിടിക്കുന്നതാണ് ശരിക്കും പറഞ്ഞ ബലാത്കാരം. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് നിൽക്കുവാണ്, നമുക്ക് നഷ്ടം വരുത്തി അന്യായം ചെയ്ത ഒരാളോട് നമ്മൾക്ക് ക്ഷമിക്കുക, നാച്ചുറലായിട്ട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടുന്നിടത്ത് മാത്രം ക്രിസ്തുവിന്റെ സ്വഭാവം, ആത്മാവിന്റെ ഫലം, അവിടെ മാത്രമാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കർത്താവ് പറയുന്നത്, ഇങ്ങനെ ബലാത്കാരികളായിട്ടുള്ള, അതാണ് അപ്പോസ്തലന്മാരെല്ലാവരും ചെയ്തത്, ബലാത്കാരികളായിട്ടുള്ളവര് ദൈവരാജ്യത്തിലുണ്ട്. എനിക്ക് ദൈവത്തിന്റെ ഹിതം മതി, കർത്താവിന്റെ കർത്തൃത്വം മതി, ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തണം, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തണം, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിക്കുന്ന പൗലോസ് എപ്പോഴും പറയുന്നത്. അപ്പൊ ഇത്
ബലാത്കാരികൾ പിടിച്ചടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനെ വിട്ടുകളഞ്ഞിട്ട് ക്രിസ്തുവിന്റെ ജീവനിലോട്ടാണ് നമ്മൾ പിടിക്കണത്. കർത്താവെ, എനിക്കിത് ക്ഷമിക്കാൻ പറ്റില്ല, എനിക്കിത് സഹിക്കാൻ പറ്റില്ല, ഇതൊരു എന്താ പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, വേണ്ട, എനിക്ക് എൻ്റെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തണം, എൻ്റെ കർത്താവിന്റെ നീതി, എൻ്റെ കർത്താവിന്റെ രാജ്യം അത് എന്നിലൂടെ വെളിപ്പെട്ടു വരണേ, ഞാൻ എന്നെ തന്നെ വിട്ടുകളഞ്ഞ ക്രിസ്തുവിലോട്ട് നമ്മൾ പിടിക്കുന്നതാണ് ശരിക്കും പറഞ്ഞ ബലാത്കാരികൾ. അതിന് അത്യന്ത ശക്തി കർത്താവ് നമ്മളിൽ വ്യാപരിപ്പിച്ചിട്ടാണ് ഈ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ജീവനെ പകർന്ന് നമ്മളെ ആ ക്രിസ്തുവിന്റെ നീതിയും അതുപോലെ രാജ്യവും അവിടെ ആ സമയത്ത് വെളിപ്പെടുത്തുന്നത്. അത് അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന, അതാണ് കർത്താവ് പറഞ്ഞ, നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർക്കേ തൃപ്തി വരുത്താൻ പറ്റുള്ളൂ. ഇപ്പൊ വേറൊരു സിറ്റുവേഷൻ ആലോചിക്കുകയാണെങ്കിൽ, നമ്മൾ ദ്രോഹിച്ച ഒരാളെ കുറിച്ച് നമുക്ക് എന്താ പറയണത്, ഭയങ്കരം ഓക്കെ, അയാൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു, ഇങ്ങനെയുള്ള ദ്രോഹങ്ങളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പൊ നമുക്ക് തോന്നുന്നത് ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തണമെന്നൊന്നും ആയിരിക്കില്ല നമുക്ക് തോന്നണത്. നമുക്ക് തോന്നണത് എന്താ, അവന്റെ തലയിൽ ഒന്ന് ഇടുത്തി വീണാ മതിയായിരുന്നു എന്റെ കർത്താവ്, ഒരു പാഠം അവനൊന്ന് പഠിക്കണം, ഒന്ന് ഇടുത്തി വീണാലേ ശരിയായി. ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ആളുടെ ഉള്ളിൽ ഒരിക്കലും ദൈവരാജ്യത്തിന്റെ നീതി വെളിപ്പെട്ടു വരില്ല. ശരിക്കും ദൈവരാജ്യത്തിന്റെ നീതി വെളിപ്പെടുമ്പോഴാണ് നമ്മളിൽ ദൈവം മഹത്വം എടുക്കുന്നത്. പഴയ നിയമത്തിലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നമുക്ക് മൂടുപടം ഒക്കെ ഇട്ടിരിക്കായിരുന്നു, ഹൃദയത്തിനകത്ത് ഒരു 100 പ്രാവശ്യമെങ്കിലും നമ്മളെ ദ്രോഹിച്ചയാളെ കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ അങ്ങനെ പറ്റൂല. പുതിയ നിയമത്തിൽ അകവും പുറവും ശരിയായേ പറ്റുള്ളൂ. കർത്താവ് ഹൃദയത്തിലോട്ട് നോക്കുന്നുണ്ട്. മറ്റത് യാഗം കഴിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ മൂടി വെക്കായിരുന്നു. പക്ഷെ ഇപ്പോ അത് നടക്കില്ല. കൃപ വന്നു, പരിശുദ്ധാത്മാവിനെ തന്നു. അപ്പൊ നമുക്ക് ആരെ കൊല്ലാനൊന്നും പറ്റില്ല, ഹൃദയത്തിനകത്ത് കൊല്ലാൻ പറ്റില്ല. അപ്പൊ ദൈവത്തിന്റെ നീതി വെളിപ്പെടണമെങ്കിൽ ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കണം. എത്രമാത്രം ആ ജീവന്റെ നിറം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ, ജീവൻ ഉണ്ടാക്കുവാനും സമൃദ്ധിയായി ഉണ്ടാക്കുവാനും മാത്രം ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ക്രിസ്തുവിന്റെ ജീവനിൽ നിന്നാണ് ക്രിസ്തുവിന്റെ നീതിയും രാജ്യവും അവന്റെ ആ ദിവ്യ സ്വഭാവവും നമ്മളിൽ വെളിപ്പെട്ടു വരുവുള്ളൂ. ഒരിക്കലും നമുക്കത് സ്വന്തമായിട്ട് എന്താ പറയണത് സ്ഥാപിക്കുവാനോ ചെയ്യുവാനോ, പ്രസംഗിക്കാൻ പറ്റും, പക്ഷെ അത് സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിന്റെ രാജ്യവും നീതിയും കർത്താവെ അത് വെളിപ്പെട്ട് വരണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ സാഹചര്യം സമയവും എല്ലാം വരുമ്പോഴേക്കും നമ്മള് നമ്മുടെ പഴയ സ്വഭാവം കാണിക്കും. അപ്പൊ അതുകൊണ്ടാണ് ബലാത്കാരികളാണ് ദൈവരാജ്യത്തെ പിടിച്ചടക്കുന്നത്. നമ്മളും ആ കൂട്ടത്തിലായിരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി കർത്താവ് ഉപമകളായി സംസാരിച്ച കാര്യങ്ങളെ കുറിച്ച് നോക്കാം. ഉപമകളായി സംസാരിച്ചത് മാത്തായുടെ സുവിശേഷം 13-ാം അധ്യായം 10-ാം വാക്യം മുതൽ. പിന്നെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ. അപ്പൊ കർത്താവ് ഇവിടെ ശിഷ്യന്മാര് ചോദിക്കുന്നത് അവരോടെന്ന് പറഞ്ഞ ലോകക്കാരോട് എപ്പോഴും കർത്താവ് ഉപമകളായി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കർത്താവ് പറയുവാണ്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അപ്പൊ ആർക്കാ സ്വർഗരാജ്യത്തിന്റെ വരങ്ങളെ അറിയാൻ വരം ലഭിച്ചിരിക്കുന്നത്? ശിഷ്യന്മാർക്ക് മാത്രമേ വരം ലഭിച്ചു. ദൈവരാജ്യത്തിൽ വന്ന് വീണ്ടും ജനിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ദൈവരാജ്യത്തിൽ വന്ന് വീണ്ടും ജനിച്ചയാള്, അയാള് ഒരു ശിഷ്യനായിരുന്നാൽ മാത്രമാണ് അയാൾക്ക് കർത്താവിന്റെ ആ വചനത്തിന്റെ മർമ്മങ്ങളെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. ശിഷ്യനാകുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതിനകത്ത്. അതായത് ഈ ശിഷ്യന്മാരെപ്പോഴും എന്താ ചെയ്തുകൊണ്ടിരിക്കണത്? എപ്പോഴും കർത്താവിന്റെ പുറകെ നടന്ന്, കർത്താവ് ആ ഉപമയുടെ അർത്ഥം എന്തായിരുന്നു, ഇതെന്തായിരുന്നു, അതെന്തായിരുന്നു എന്ന് കർത്താവിന്റെ പുറകെ നടന്ന് നമ്മളെ ചോദിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയുള്ളൂ. ഇപ്പൊ എന്തൊക്കെയോ അവിടെ നിന്ന് പറഞ്ഞ് എന്തൊക്കെയോ ഉണ്ട്, ഇതൊന്നും മനസ്സിലായില്ലല്ലോ, കുഴപ്പമില്ല, അങ്ങനെയുള്ളവർക്കല്ല. കർത്താവിന്റെ പുറകെ നടന്ന് നമ്മളെ ചോദിക്കുന്ന അങ്ങനെ ഒരു ശിഷ്യത്വമുള്ളവർക്കാണ് ദൈവം ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അറിഞ്ഞതുകൊണ്ട് അതും വെച്ചിരിക്കുകയല്ല, അതിൽ നമുക്കൊരു വളർച്ച വേണം. അതിൽ ശിഷ്യത്വം ഉണ്ട്. ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ. പക്ഷെ നമ്മൾ കർത്താവിന്റെ ആ ശിഷ്യൻ
ആയിരിക്കേണ്ടയും ആവശ്യമാണ്. പരിശുദ്ധാത്മാവാണ് നമ്മളെ വചനം പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഓരോന്നും നമ്മൾ കേൾക്കുമ്പോൾ അതിനകത്തെ ആ മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരേണ്ടതിനായിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഇനി അടുത്ത വചനം പറയുന്നത്, അവർക്കോ ലഭിച്ചിട്ടില്ല, ഉള്ളവന് കൊടുക്കും. അപ്പം ആർക്ക്? ലോകക്കാരോട് കർത്താവ് ഉപമയായിട്ടൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാ ഇവരാരെങ്കിലും പോയിട്ട് ഇതിന്റെ അർത്ഥം എന്താണെന്നോ എന്നും അവര് ചോദിക്കുന്നില്ല. അപ്പൊ ഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ശിഷ്യന്മാരാണെങ്കിൽ പുറകെ കിടന്ന് അതെന്താ കർത്താവേ, ഇതെന്താ കർത്താവേ എന്നൊക്കെ ചോദിച്ച് ഈ ഉപമയുടെ അർത്ഥം എന്താണ്, അങ്ങനെ എല്ലാം പൊരുൾ ചോദിച്ച് നടക്കുവാണ്. അപ്പൊ ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധിയായിട്ടുണ്ടാകും. ഈ ഗ്രഹിച്ചു വരുന്നവർക്ക്, ഇത് ഗ്രഹിച്ചവർക്ക് ധാരാളമായിട്ട് ദൈവം കൊടുക്കും. പക്ഷെ ഇല്ലാത്തവനോടോ അവൻ ഉള്ളതും കൂടെ എടുത്തു കളയും. ഇതാരാ? കർത്താവാണ് എടുത്തു കളയണത്? കർത്താവല്ലേ എടുത്തു കളയും. ഇല്ലാത്തവനോടോ അവൻ ഉള്ളതും കൂടെ എടുത്തു കളയും. അപ്പൊ അതിന്റെ അർത്ഥം എന്തുകൊണ്ടാണ് എടുത്തു കളയുക? അത് കഴിഞ്ഞിട്ടാണ് കർത്താവ് ഒരു വിത്തിന്റെ ഉപമ പറയുന്നുണ്ട്. അതായത് നമ്മള് കർത്താവ് പറയുന്നത് കേ കേട്ടിട്ട് അത് ഗ്രഹിച്ചില്ലെങ്കില് എന്താ സംഭവിക്കണേന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അത് മനസ്സിലായില്ല, അതൊന്നും അതൊക്കെ വിട്ടേക്കാം എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പൊ ലോകക്കാര് പല പല കാര്യങ്ങൾ കേൾക്കുന്നു. എന്തൊക്കെയോ മനസ്സിലാവാത്തൊക്കെ വിട്ടേക്കാം. നമുക്ക് എന്താ പറയണ്ടേ? എനിക്ക് ഡെലിവറൻസ് വേണം, എനിക്ക് ഹീലിംഗ് വേണം, എനിക്ക് അത് കിട്ടും, ഇത് കിട്ടും, ഇതൊക്കെ മാത്രം നമ്മൾ പോയി നിന്ന് വചനം കേട്ട് ഗ്രഹിക്കാതെ ഇരുന്നാൽ, കാരണം നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ ചില സമയത്ത് വഴിയരികിയാ നിൽക്കുന്നത്, ചില സമയത്ത് പാറപ്പുറത്ത് നിൽക്കും, ചില സമയത്ത് മുള്ളിനിടയിലായിരിക്കും. അപ്പൊ വല്ലപ്പോഴും ഒരിക്കൽ നല്ല നിലത്ത് നിൽക്കാറുള്ളൂ. അതുകൊണ്ട് ആരാ എടുത്തോണ്ട് പോകുന്നത്? വഴിയരികെ എന്ന പർവ്വജാതികൾ കൊണ്ടുപോകും. പാറപ്പുറത്ത് നിന്നാ വേരില്ല അതിന്, മുള്ളിനിടയിൽ നിന്നാലോ ഞെരുക്കിക്കളയും. നമ്മൾ ഇങ്ങനെ പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോകും. അപ്പോ നമ്മള് അതാണ് വന്ന് എടുത്തു കളയും. ഇല്ലാത്തവനോട് ഉള്ളതും കൂടി എടുത്തു കളയൂന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. വിത്തിന്റെ ഉപമ സത്യം പറഞ്ഞ അതാണ്. നല്ല നിലത്തുനിന്ന് പറഞ്ഞ് നമ്മൾ നല്ല നിലം, നല്ല ഹൃദയമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാന്ന് വിചാരിച്ചാല് നമ്മൾ പല സിറ്റുവേഷൻസിലൂടെ കടന്നു, മുള്ളിനിടെ കൂടെ പോവും. അതുപോലെ വഴിയരികെ ഉണ്ടാവും. പിന്നെ ചില സമയത്ത് എന്താ പറയണേ, പാറപ്പുറത്തായിരിക്കും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകും. പക്ഷെ കർത്താവിന്റെ വചനം, അതായത് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നമുക്ക് വരം ലഭിച്ചിരിക്കുന്നു. അപ്പൊ ആ വരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും അപ്പുറത്തായിട്ട് ഇതാണ് ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയുമാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് ശ്രേഷ്ഠമായി എണ്ണുന്നവർക്ക് മാത്രമേ ഫലം കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ എല്ലാവരും പോകുന്നുണ്ട്, എല്ലാ സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോയി. ഫലം കൊടുക്കാത്തവരും ഗ്രഹിക്കാത്തവരും അതുപോലെ തന്നെ അത് നമ്മുടെ ഉള്ളില് നിന്ന് ഇല്ലാത്തവനോട് ഉള്ളതും കൂടി പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് കർത്താവ് ഈ ഉപമകൾ പറഞ്ഞിരിക്കുന്നത് എല്ലാം എല്ലാവരും മനസ്സിലാക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു എങ്കിലും അത് കർത്താവിന്റെ അടുക്കൽ വരുന്നവനും മാത്രമേ ദൈവം അത് എന്താണെന്ന് പൊരുൾ തിരിച്ച്, ശിഷ്യനാകുന്നവർക്ക് മാത്രമേ അത് പൊരുൾ തിരിച്ചു കൊടുക്കുന്നുള്ളൂ. ഞാൻ ഒരു പാസ്റ്റർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഓൾ ഡിസൈപ്പിൾസ് ആർ ബിലീവേഴ്സ് ബട്ട് ഓൾ ബിലീവേഴ്സ് ആർ നോട്ട് ഡിസൈപ്പിൾസ്. എല്ലാ വിശ്വാസികളും ശിഷ്യന്മാരല്ല, പക്ഷെ എല്ലാ ശിഷ്യന്മാരും വിശ്വാസികളാണ്. നമ്മൾ വിശ്വാസികളായതുകൊണ്ട് ശിഷ്യന്മാരാണോന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് സാധാരണ ഓക്കെ പള്ളി പോകുന്നു, തിരിച്ചു വരുന്നു, ഓക്കെ ഇങ്ങനെയെല്ലാം അങ്ങനെ പോകുന്നവർക്കല്ല. ദൈവത്തിന്റെ ശിഷ്യത്വം ഉള്ളവർക്കാണ് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ, കലവറകളെ അതെന്താണെന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുള്ളൂ. അപ്പൊ ഞാൻ പറയാൻ വന്നത് ഒരു ഉപമ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത്, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം നിത്യരാജ്യം എങ്ങനെ സ്വന്തമാക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടു. അതായത് ഒരു ആളവിടെ വന്ന് കർത്താവിന്റെ അടുത്ത് ചോദിക്കുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. അപ്പം ഈ ശിഷ്യന്മാര് ചോദിക്കുന്നുണ്ട്, ഇയാൾക്കാണെങ്കിൽ
എന്ത് പ്രവൃത്തി ചെയ്ത് സ്വന്തമാക്കാം, നിത്യ ജീവനെ സ്വന്തമാക്കാൻ ശ്രമിക്കാൻ പറ്റൂ എന്നാണ് പുള്ളി ചോദിച്ചത്. പിന്നെ കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യന് അസാധ്യം, ദൈവത്തിന് സാധ്യം. ശിഷ്യന്മാര് ചോദിച്ചു കഴിയുമ്പോൾ പറയുന്നുണ്ട്. അപ്പോ ഈ ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിള് എങ്ങനെയാണ്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ ഉപമ പറയുന്നത് 20-ാം അധ്യായത്തിൽ. അതിന് മുമ്പ് വായിച്ചു നോക്കിയാൽ മുമ്പന്മാർ ആ, ഉം, എങ്കിലും മുമ്പന്മാർ പലർ പിമ്പന്മാരാകും, പിമ്പന്മാർ മുമ്പന്മാരും ആകും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മുമ്പന്മാർ ആരായിരുന്നു? യഹൂദന്മാർ ആയിരുന്നു. പക്ഷെ അവര് സുവിശേഷം വിട്ടു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് അവർക്ക് വേണ്ടാന്ന് വെച്ചപ്പോ അത് പോയി ജാതികളിൽ പോയി. ഇപ്പൊ ജാതികള് അപ്പൊ മുൻപന്മാരായി, യഹൂദന്മാര് പിമ്പന്മാരുമായിട്ട് തീർന്നു. അപ്പൊ നമുക്ക് ഈ ഉപമ എന്താണ് പറയണേന്ന് നമുക്ക് പഠിക്കാം. ഈ ഉപമ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തോന്നുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഇത് കർത്താവ് ദൈവരാജ്യത്തില് കുറെ പേരെ വേലയ്ക്ക് ആക്കി വെച്ചിട്ട് പിന്നെ വേലയ്ക്ക് ഒരു എന്താ പറയണത്, അതിന് പ്രതിഫലം കൊടുക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് ഇത് വായിച്ചു കഴിയുമ്പോൾ. പക്ഷെ അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ശരിക്കും അതിന്റെ അർത്ഥം അങ്ങനെയല്ല. നമുക്ക് വായിച്ച് തുടങ്ങാം. സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യമെന്ന്. അപ്പൊ സ്വർഗരാജ്യം പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം എന്നാണ്. അവിടെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ വന്ന വർക്കേഴ്സിന് കൂലി കൊടുക്കുന്നതിനോട് സദൃശ്യം എന്നല്ല എഴുതിയിരിക്കുന്നത്. നമുക്കത് വായിച്ചു വരുമ്പോൾ 3-ാം മണി നേരത്തെ 6-ാം മണി നേരത്തെ ഒക്കെ പണിക്ക് വന്നു, അത് കഴിഞ്ഞ് 1 മണിക്കൂർ നിന്നെ ആക്കും ദൈവം ഒരേ കൂലി കൊടുത്തു വിട്ടു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ന്യായമില്ല, അന്യായമായ കാര്യമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇത് വീട്ടുടയവന്റെ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. അവിടെ സ്വർഗരാജ്യം പുറപ്പെട്ട വീട്ടുടയവനോട്, പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ. വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. 3-ാം മണി നേരത്ത് പുറപ്പെട്ടു. ഓക്കെ. അപ്പൊ ഇത് ആദ്യത്തെ കൂട്ടര് 3-ാം മണി നേരത്ത് വന്ന്, 3-ാം മണി നേരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോർണിംഗ് 9 AM ആണ്. ഇത് യഹൂദന്മാരുടെ സമയം അനുസരിച്ച് നമ്മളുടെ ഇപ്പൊ മോർണിംഗ് ക്ലോക്ക് 6 o'clock ആണല്ലോ. 6 AM +3, അത് 3-ാം മണി. 9-ാം മണി നേരമാണ്. 3 മണിക്കൂർ കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാം അങ്ങനെയാണ്. അപ്പം 3-ാം മണി നേരത്തും പുറപ്പെട്ടു. മറ്റു ചിലർ ചന്തയിൽ മെനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുവിൻ, ന്യായമായത് തരാമെന്ന് അവരോട് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നവരാരാണ്? വേറെ കുറെ പേര് ദൈവം മുന്തിരിത്തോട്ടത്തിലോട്ട് വിളിച്ചു, അവർക്ക് ന്യായമായത് കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു. 11-ാം മണി നേരത്തും അങ്ങനെ തന്നെ ചെയ്തു. അപ്പൊ ഏതെല്ലാം സമയത്ത് വന്നു? 3-ാം മണി നേരം, 6-ാം മണി നേരം, 9-ാം മണി നേരം, 11-ാം മണി നേരത്തും കർത്താവ് ആൾക്കാരെ വിളിച്ചു. അവരെല്ലാം ചെന്നു. മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട്, നിങ്ങൾ ഇവിടെ പകൽ മുഴുവൻ മിനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായക കൊണ്ടത്രേ എന്ന് അവർ പറഞ്ഞു. നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ എന്ന് അവരോട് പറഞ്ഞു. സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ പിമ്പന്മാർ തുടങ്ങി മുമ്പന്മാർ വരെ അവർക്ക് കൂലി കൊടുക്ക എന്ന് പറഞ്ഞു. ഓക്കെ. ഇനി ദിവസത്തിന്റെ സന്ധ്യയായി കഴിഞ്ഞപ്പോ ഓരോ സമയത്ത് വിളിച്ചവരെയും കർത്താവ് പിമ്പന്മാർ മുതൽ, ഏറ്റവും അവസാനം വന്നവർ മുതല് പിന്നെ മുകളിലോട്ടാ കൂലി കൊടുക്കണത്. അപ്പോ എല്ലാവർക്കും അങ്ങനെ 11-ാം മണി നേരത്ത് വന്നവർ, 11-ാം മണി എന്ന് പറഞ്ഞാൽ ഏകദേശം 5 മണി ആയപ്പോഴാന്ന് വെച്ചോ. പിന്നെ 6 മണി ആയപ്പോ സന്ധ്യയെ പണിയെല്ലാം നിർത്തി കർത്താവ് കൂലി കൊടുക്കാൻ വിളിച്ചു. അപ്പം അങ്ങനെ 11-ാം മണി നേരത്ത് വന്നവർ എന്ന് ഓരോ വെള്ളിക്കാശ് വാങ്ങി, മുമ്പന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടുമെന്ന് നിരൂപിച്ച് അവർക്കും ഓരോ വെള്ളിക്കാശ് കിട്ടി. അത് വാങ്ങിയിട്ട് അവർ വീട്ടുടയവന്റെ നേരെ പിറുപിറുത്തു. അത് ശരിയല്ലേ? 1 മണിക്കൂർ നിന്ന് പണി ചെയ്ത ആൾക്ക് 1 വെള്ളിക്കാശ് കൊടുത്തു. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്നയാൾക്കും 1 വെള്ളിക്കാശ് കൊടുത്തു. നീതിമാനായ യജമാനാണോ? അപ്പം ഈ പിൻപന്മാർ 1 മണി നേരം മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവിനോട് വാദിക്കുന്നതാണ് ഈ കൂട്ടര്.
അവരിൽ ഒരുത്തനോട് അവൻ ഉത്തരം പറഞ്ഞത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് ഒരു പണം പറഞ്ഞൊത്തില്ലയോ? നിന്റേത് വാങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത്, ആദ്യത്തെ ഒരു വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. അപ്പൊ ആദ്യം വന്ന കൂട്ടരോട് ദൈവം ഒരു പറഞ്ഞൊത്തിരുന്നു. എന്താ പറഞ്ഞെത്തിയ? ഒരു വെള്ളിക്കാശ്. അതായത് ആദ്യം വന്ന കൂട്ടര് യഹൂദന്മാരായിരുന്നു. യഹൂദന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ന്യായപ്രമാണമുണ്ട്, മോശയുണ്ട്, വാഗ്ദത്തം ഉണ്ട്, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് യഹൂദന്മാരോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജാതികളോട് ദൈവം വാഗ്ദത്തം ഇല്ല, മോശയില്ല, പ്രമാണമില്ല, ഒന്നുമില്ലാത്ത. പക്ഷെ അതിന് പുറകെ വന്ന കൂട്ടർ എല്ലാം 3-ാം മണി കഴിഞ്ഞിട്ട് 6-ാം മണി നേരത്തും പിന്നെ 9-ാം മണി നേരത്തും അതുപോലെ 11-ാം മണി നേരത്തും വന്നതെല്ലാം ജാതികളാ. കർത്താവ് എന്താ പറഞ്ഞേ? ന്യായമായത് തരാന്നാ പറഞ്ഞത്. അവരോടൊന്നും പറഞ്ഞൊത്തില്ല. പറഞ്ഞൊത്തത് ആകെ യഹൂദന്മാരോട് പറഞ്ഞൊത്തത്, നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് പറഞ്ഞത്. ബാക്കി എല്ലാവരെയും ദൈവം പിന്നെ പറഞ്ഞൊത്തില്ല, ന്യായമായത് തരാമെന്ന് ആണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ യഹൂദന്മാര് ചോദിക്കുന്ന ചോദ്യമാണ്, അവർക്കും ഓരോ വെള്ളിക്കാശ് കിട്ടി. അത് വാങ്ങിയിട്ട് അവർ വീട്ടുടയവന്റെ നേരെ പിറുപിറുത്തു, ഈ പിൻപന്മാർ 1 മണി നേരം മാത്രം പണി ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച് ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞാല്, പിന്നെ എന്തിനാണ് ഞങ്ങൾക്ക് ന്യായപ്രമാണവും മോശയും പ്രവാചകന്മാരും ഒക്കെ തന്ന് നിത്യജീവനുണ്ടെന്നും യാഗം കഴിച്ചും ഒരു മിശിഹ വരുമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാത്തിരുന്നു? ഇതൊന്നും ഇല്ലാത്ത കൂട്ടരെയും ദൈവം എന്ത് ചെയ്തു? ദൈവരാജ്യത്തിലോട്ട് കയറ്റി. അപ്പൊ അതാണ് അവർ ചോദിക്കുന്നത്. പകലത്തെ വെയിലും അതുപോലെ എന്താ പകലത്തെ ഭാരവും വെയിലും ഒക്കെ സഹിച്ചവര് ഞങ്ങളാണ്. ന്യായപ്രമാണം കൊണ്ട് ഞങ്ങൾ യാഗം കഴിച്ച്, പിന്നെ അതുപോലെ തന്നെ മോശ പറഞ്ഞത് കേട്ട് പ്രവാചകന്മാര് ഞങ്ങളോട് പറഞ്ഞത് ഇതാ, അവിടെ പ്രവാസത്തിൽ പോയി ഇതെല്ലാം. അപ്പൊ യഹൂദന്മാര് പറയാണ്, ഞങ്ങൾ ഇതെല്ലാം സഹിച്ചു, ഇതൊന്നും ഇല്ലാത്ത കൂട്ടരെയും ദൈവം വിളിച്ചു കയറ്റി ദൈവരാജ്യത്തിലോട്ട്. അപ്പൊ അവര് പരാതി പറഞ്ഞ, അവൻ ഉത്തരം പറഞ്ഞത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് ഒരു പണം പറഞ്ഞൊത്തില്ലയോ? അതാണ് കർത്താവിന്റെ എഗ്രിമെന്റ്, ആ വാഗ്ദത്തം. അവർക്ക് വാഗ്ദത്തം ഉണ്ടെന്ന് ദൈവം പറഞ്ഞു. ആ വാഗ്ദത്തം നിങ്ങൾക്കും പ്രാപിക്കാം. അതുപോലെ തന്നെ പുറമെ ഉള്ളവർക്കും ഇത് ദൈവം എക്സ്റ്റെൻഡ് ചെയ്തു. അത് യഹൂദന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. നിന്റേത് വാങ്ങി പോയിക്കൊള്ളുക, നിനക്ക് തന്നതുപോലെ ഈ പിമ്പനും കൊടുപ്പാൻ എനിക്ക് മനസ്സ്, എനിക്കുള്ളത് കൊണ്ട് മനസ്സ് പോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? കർത്താവിന് ന്യായമായ, കർത്താവിന്റെ ഗ്രേസ് ജെന്റൈൽസിന് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ദൈവത്തിന് മനസ്സില്ലേ? ദൈവത്തിന്റെ ഗ്രേസ് ഇന്നവർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന് നമുക്ക് ദൈവത്തെ സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. ദൈവത്തിന്റെ ഗ്രേസ് ദൈവത്തിന് ഇഷ്ടമുള്ളവരുടെ മേല് ദൈവം കൊടുക്കുന്നു. അവരെല്ലാം സ്വർഗരാജ്യത്തിൽ വരികയും ചെയ്യുന്നു. അതിനകത്ത് നമുക്ക് ദൈവത്തെ, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, സ്വർഗരാജ്യം പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശം. അപ്പൊ ആ വീട്ടുടയവന്റെ സ്വഭാവത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ എന്തിനാണ് ഇപ്പൊ ഈ യഹൂദന്മാർ ചോദിക്കുന്നുണ്ടല്ലോ, എന്തിനാണ് ഞങ്ങൾക്ക് ഈ വാഗ്ദത്വവും അതുപോലെ ഇതും എല്ലാം ന്യായപ്രമാണം ഒക്കെ തന്ന് ഞങ്ങളെ നിർത്തിയത്? നമുക്ക് ഗലേഷ്യൻസ് 3:23-26 ഒന്ന് വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്ന, വിശ്വാസം വരും മുമ്പേ നമ്മിൽ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായി കൊണ്ട് ന്യായപ്രമാണത്തിൻ കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല, ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പൊ ഇതിനു വേണ്ടിയിട്ടായിരുന്നു ആക്ച്വലി ന്യായപ്രമാണം ഒക്കെ കൊടുത്ത് അവരെ നടത്തിയത്. പക്ഷെ അവര് വിചാരിച്ചു ന്യായപ്രമാണം ഒക്കെ നടത്തി കഴിഞ്ഞാൽ അവര് മാത്രമാണ് സ്വർഗരാജ്യത്തിൽ പോളൂ, നീതി പ്രാപിക്കുള്ളൂ, നിത്യജീവൻ ഉള്ളൂ എന്ന് അവര് ചിന്തിച്ചു. പക്ഷെ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് എന്തായിരുന്നു?
ഈ ന്യായപ്രമാണം ക്രിസ്തുവിങ്കിലേക്ക് നടത്തുക എന്നുള്ളതാണ്. ജാതികൾക്ക് ന്യായപ്രമാണം ഒന്നും ഉണ്ടായിരുന്നില്ല. ജാതികളോട് വിശ്വാസം പറഞ്ഞ ക്രിസ്തുവിനെ അവർ വിശ്വസിച്ചു ഓൾറെഡി. അപ്പൊ അതുകൊണ്ട് ആം, ഇത് ഇതാണ് കർത്താവിന്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരുന്നത്. ഇനി ജാതികളെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് നോക്കാം. ജാതികളെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് എഫേഷ്യൻസ് 2:11-18 അവിടെ പറയുന്നത്, ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. നമ്മളൊക്കെ ജാതികളായിരുന്നു. ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റ് പരിച്ഛേദനക്കാർ, അതായത് യഹൂദന്മാര് എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മിക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. നമ്മളെ അഗ്രചർമ്മിക്കാർ എന്നാ വിളിച്ചിരുന്നത്. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരത്വത്തോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ പിന്നെ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. അപ്പൊ നമ്മളുടെ അവസ്ഥ ഇതായിരുന്നു. ഇത് തന്നെയാണ് യഹൂദന്മാര് ചോദിക്കണേ, ഇങ്ങനെ ദൈവം ഇല്ല, അതുപോലെ വാഗ്ദത്വം ഇല്ല, പിന്നെ യഹൂദന്മാരോട് അല്ലെങ്കിൽ യഹൂദന്മാരുടെ പൗരത്വത്തോട് ഒരു സംബന്ധവും ഇല്ലാത്തവരെയും കർത്താവ് എന്ത് ചെയ്തു? ദൈവരാജ്യത്തിൽ കയറ്റി. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിരുന്നു. നമ്മള് അപ്പം പിമ്പന്മാരായിട്ട് ഇരുന്നതാണ് നമ്മള്, പക്ഷെ ഇപ്പോ മുമ്പന്മാരായി. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്തിൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. അപ്പൊ യഹൂദനും ജാതി എന്ന് പറയുന്ന ആ നടുച്ചുവര് ഇടിച്ചു കളഞ്ഞിട്ട് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിക്കപ്പെടാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അപ്പോ യഹൂദന്മാര് വിചാരിച്ച് അവർക്ക് വാഗ്ദത്വം മോശയും പ്രവാചകന്മാരും ന്യായപ്രമാണവും എല്ലാം കിട്ടിയപ്പോ അവര് മാത്രമാണ് സ്വർഗരാജ്യത്തിൽ കയറുള്ളൂ, അവർക്ക് മാത്രമാണ് രക്ഷയുള്ളൂ, നിത്യജീവനുള്ളൂ, നീതീകരിക്കപ്പെടുള്ളൂ എന്ന് ചിന്തിച്ചു. പക്ഷെ കർത്താവിന്റെ ഹൃദയത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ മറഞ്ഞു കിടന്ന മർമ്മമാണ് ഇരുപക്ഷത്തെ ഒന്നാക്കി ചേർക്കുക എന്നുള്ളത്. ദൈവത്തിന്റെ അതൊരു പുതിയ മനുഷ്യ ഇരുപക്ഷത്തെ ഒന്നാക്കി ചേർത്ത്, അതായത് നടിച്ചുവര് യഹൂദനും ജാതിയനും തമ്മിലുള്ള നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു ഒരു പുതിയ മനുഷ്യനാക്കി, യഹൂദനെയും ജാതിയനെയും പുതിയ മനുഷ്യനാക്കി സൃഷ്ടിക്കുക. ഇതായിരുന്നു ഈ ഉപമ പറയുന്നതിന്റെ ഉദ്ദേശം. ഇതാണ്. അപ്പൊ ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് എപ്പോ വേണമെങ്കിലും ഒരാൾക്ക് രക്ഷിക്കപ്പെടുവാനുള്ള ഒരു കൃപ ദൈവം കൊടുക്കുന്നുണ്ട്. അത് ജാതിയനായാലും യഹൂദനായാലും ആരാണെങ്കിലും ദൈവം അവിടെ രക്ഷിക്കപ്പെടുവാനുള്ള കൃപ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചോദിക്കാറുണ്ട്, മരണക്കിടക്കയിൽ ദൈവം ആരെങ്കിലും രക്ഷിക്കും, അവര് സ്നാനപ്പെട്ടിട്ടില്ലോ എന്ന് പറയും. പക്ഷെ ഒരുപക്ഷെ അയാളുടെ ഹൃദയം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ദൈവം ഓരോരുത്തർക്കും ചാൻസ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇപ്പൊ നമ്മൾ ഭയങ്കരം എന്താ പറയണ വിശ്വാസത്തോടെ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ സ്വർഗരാജ്യത്തിൽ പോവും. അല്ല, ഇനിയിപ്പോ ഒരു ജാതിയന് അങ്ങനെ സ്വീകരിക്കാനുള്ള കൃപ നമുക്ക് തന്ന അതേ കൃപ ദൈവം ജാതിയനും കൊടുക്കുന്നു. ഞാൻ ഈ യാക്കോബ് വിശ്വാസത്തിലായിരുന്നപ്പോ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ഒരു ജാതിയൻ എങ്ങനെ ഒരു ദൈവത്തെ അവർ ആരാധിച്ചു കൊണ്ടിരുന്ന, ചെറുപ്പം മുതലേ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു ദൈവത്തെ മാറ്റിയിട്ട് വേറൊരു ദൈവത്തെ അവരോട് ആരാധിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് അവര് ജനിച്ചു വളർന്ന സംഭവത്തിൽ നിന്ന് മാറ്റി വേറെ ഒരു ഇതിലോട്ട് കൊണ്ടുവരാന്ന് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാല് ദൈവം ഒരു പുതിയ മനുഷ്യനാക്കി കർത്താവിന്റെ ശരീരത്തോട് നമ്മളെ ചേർക്കുക. ഇത് കർത്താവിന്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടന്ന മർമ്മമാണ്. അപ്പോൾ ഇവിടെ കർത്താവ് ഫൈനലി പറയുന്നത്, എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സ് പോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവനാകെ കൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ? ഇങ്ങനെ പിൻപന്മാർ മുൻപന്മാരും മുമ്പന്മാർ പിൻപന്മാരുമാകും. അപ്പോ ഞാൻ യാക്കോബ് ഇതിൽ വെച്ചപ്പോ ഞാൻ വിചാരിച്ചു നമ്മളൊക്കെയാണ് ഭയങ്കര എന്താ പറയുന്നത് വിശ്വാസികളും എല്ലാം. പക്ഷെ ഈ ശരിക്കും സഭയിലോട്ട് വന്നു കഴിഞ്ഞപ്പോ, ദൈവത്തിന്റെ സഭയിലോട്ട് വന്നു കഴിഞ്ഞപ്പോ നമ്മളാണ് ഏറ്റവും വലിയ പിമ്പന്മാരെന്ന് മനസ്സിലായി. അപ്പോ
നമ്മള് കർത്താവ് നമ്മളെ മുഖപക്ഷമില്ലാതെ ആണ് ദൈവരാജ്യത്തിന് ഇപ്പൊ ലോകരാജ്യത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കമ്പനിയിലോട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അതെപ്പോഴും നമ്മള് കുറെ കാര്യങ്ങൾ നോക്കുക. അയാൾക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അയാളുടെ സ്കിൽസ് ഒക്കെ നോക്കിയിട്ട് അപ്പോയിന്റ് ചെയ്യണേ. പക്ഷെ ദൈവരാജ്യത്തിൽ അങ്ങനെയേ അല്ല. ദൈവരാജ്യത്തില് കർത്താവിനെ സ്വീകരിക്കുന്ന ഏവർക്കും ഇത്രയും മതി. ആകെ ദൈവത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ മനസ്സുള്ള എല്ലാവരെയും ദൈവരാജ്യത്തിലോട്ട് സ്വാഗതം ചെയ്യുന്നത്. അതാണ് കർത്താവിന്റെ ഹൃദയത്തെയാണ് ഇവിടെ കാണിക്കുന്നത് ശരിക്കും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് റൈറ്റിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ദൈവരാജ്യത്തിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. യഹൂദന്മാരെയാണ് പറയുന്നതെങ്കിൽ അവര് പൊതുവെ സെൽഫ് റൈറ്റസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ദൈവരാജ്യത്തിലോട്ടുള്ള പ്രവേശനം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് ഈ പാരബിള് മറ്റൊരു രീതിയിൽ വേണമെങ്കിൽ ചിന്തിക്കാം. അതായത് ഇപ്പോ കർത്താവ് കുറെ പേരെ വേലക്കാക്കി, ഓരോരുത്തർക്ക് കൂലി കൊടുക്കുന്നു. അപ്പൊ കൂലി കൊടുക്കുമ്പോ കുറച്ച് 1 മണിക്കൂർ മാത്രം നിന്ന ആൾക്ക് ദൈവം കൂലി കൊടുക്കുവാണ്, അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ നിന്ന ആൾക്കും ദൈവം ഒരേപോലെ കൂലി കൊടുത്തുവെങ്കില് പരാതി പറയുന്ന ഒരൊറ്റ കൂട്ടരേ ഉണ്ടാവുള്ളൂ. ആരായിരിക്കും? 35 വർഷമായിട്ട് ഞാൻ ദൈവരാജ്യത്തിൽ ഇന്ന് വേല ചെയ്തുകൊണ്ടിരിക്കുക, 5 വർഷം പോലും ആയിട്ടില്ലാത്ത ഒരുത്തൻ വന്ന് എന്റെ പോലെ തന്നെ അവനും കർത്താവ് കൂലി കൊടുത്തു. അപ്പോ അവിടെ എന്താണ് പരാതി? 35 വർഷമായ ആളായിരിക്കില്ലേ പരാതി പറയണത്. അയാൾക്ക് എങ്ങനെ ഗലേഷ്യൻസ് 3:3 ഒന്ന് നമുക്ക് വായിക്കാം. അയാളുടെ കൂലിക്ക് എന്താ പറ്റിയെന്ന് നോക്കാം. ഗലേഷ്യൻസ് 3:3 ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നത്. അപ്പൊ നമ്മള് 35 വർഷം ദൈവരാജ്യത്തിൽ നിന്നു എന്നുള്ളതല്ല കാര്യം. 35 വർഷം ദൈവരാജ്യത്തിൽ എന്നെങ്കിൽ ആത്മാവ് കൊണ്ട് ചെയ്ത പ്രവർത്തിക്ക് മാത്രമേ പ്രതിഫലം കിട്ടുള്ളൂ. ജഡം കൊണ്ട് ചെയ്തതിന് ഒന്നിനും പ്രതിഫലം ഉണ്ടാവില്ല. 5 വർഷം നിന്നയാള് ആത്മാവില് സകലതും ചെയ്തു എങ്കിൽ അതിന് റിവാർഡ് ഉണ്ടാവും. 35 വർഷം നിന്നയാള് ആകെ ഒരു 5 വർഷമായിരിക്കും ആത്മാവിൽ നിന്നോളൂ, ബാക്കിത്തെ മുഴുവൻ ജഡത്തിലാ ചെയ്തിരിക്കുന്നെങ്കിൽ അയാളുടെ പ്രതിഫലം പോയി. ഇതാണ് 1 കൊരിന്ത്യയിൽ പറയുന്നത്. 1 കൊരിന്ത്യർ 3:6 എടുത്തു കഴിഞ്ഞാല്, സോറി, 1 കൊരിന്ത്യർ 3:16 അതിന്റെ 3:13 നോക്കാം. ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും. അത് തീയോടെ വെളിപ്പെട്ടു വരും എന്ന് പറഞ്ഞാൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ക്രിസ്തുവാ നോക്കുന്നത്. അതാണ് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. കർത്താവിന്റെ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമ്മൾ ആത്മാവിലാണോ ചെയ്തത് അല്ലെങ്കിൽ ജഡം കൊണ്ടാണോ ചെയ്തതെന്നുള്ളത് അവിടെ വെളിപ്പെട്ടു വരും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലമുണ്ട്. ആത്മാവിനാൽ ചെയ്ത പ്രവർത്തിക്കല്ലാതെ പ്രതിഫലം കിട്ടില്ല. ജഡത്തിൽ നിന്ന് 35 വർഷം ദൈവരാജ്യത്തിൽ നിന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആത്മാവിനാലുള്ള പ്രവൃത്തി ഉളവായെങ്കിൽ മാത്രമേ അവിടെ പ്രതിഫലമുള്ളൂ. ഇല്ലെങ്കിൽ ഓരോരുത്തരുടെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. അപ്പൊ പിന്നെ ജഡത്തിൽ ചെയ്തതൊക്കെ ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ സ്വർഗരാജ്യത്തിലെത്തും, പക്ഷെ പ്രവൃത്തി ഛേദിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. അപ്പൊ നമ്മള് ദൈവരാജ്യത്തിൽ വന്നിട്ട് എത്ര കൊല്ലം നമ്മൾ സെർവ് ചെയ്തു എന്നുള്ളതല്ല, എപ്പോഴും ക്വാളിറ്റിയാണ് നോക്കണം. കർത്താവ് പറയുന്ന വിശ്വസ്തത, കർത്താവിന്റെ രാജ്യത്ത് വിശ്വസ്തയോടെ ആത്മാവിനാൽ നടത്തപ്പെട്ട പ്രവർത്തികൾക്ക് മാത്രമേ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അല്ലാത്തതെല്ലാം തീയിൽ കരിഞ്ഞു പോകും. അപ്പൊ നമ്മൾ എത്രമാത്രം ഓരോ ദിവസവും ആത്മാവിനെ എത്രമാത്രം നമ്മൾക്ക് ആവശ്യമായിരിക്കുന്നു. ഓരോ പ്രവൃത്തി ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ട ആത്മാവിനാൽ നടത്തപ്പെടുകയും ആത്മാവിനാൽ വെളിപ്പെട്ടു വരേണ്ടുന്ന പ്രവർത്തികളും ഉണ്ട്. ഓരോ ദിവസവും നമുക്കത് ദൈവം വെച്ചിട്ടുണ്ട്. അതാ പറഞ്ഞ
ദൈവത്തിന്റെ രാജ്യവും നീതിയും അത് പ്രവൃത്തിയാണ്. ദൈവത്തിന്റെ രാജ്യവും നീതിയും ഒരാളുടെ മുമ്പിൽ അയാൾ വിശ്വസിക്കൂ വിശ്വസിക്കാതിരിക്കൂ, എന്ത് ഒന്നും നമുക്ക് പ്രശ്നമല്ല. സിറ്റുവേഷൻ എന്ത് തന്നെയായിരുന്നെങ്കിൽ, എന്ത് തന്നെയാണെങ്കിലും ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ മഹത്വവും വെളിപ്പെടുത്തുന്നതാണ് ആത്മാവിനാലുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്ന അതെല്ലാം പ്രവൃത്തിയാണ്, ഗിഫ്റ്റിൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ ഈ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണു വെച്ച് നോക്കുമ്പോ ഈ പ്രവൃത്തിയെ കർത്താവ് വിവേചിക്കും, ഇത് ജഡത്തിൽ നിന്ന് പോയോ ആത്മാവിൽ നിന്ന് പോയോ എന്നുള്ളത്. അതനുസരിച്ചായിരിക്കും നമ്മുടെ റിവാർഡ് വരണേ. അപ്പൊ നമ്മൾ അത്രയും ശ്രദ്ധയോടെ ഓരോ ദിവസവും നമുക്ക് ആത്മാവിനാലുള്ള നടത്തിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കർത്താവിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ, കർത്താവിന്റെ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുകൊണ്ട് നോക്കുമ്പോ നമ്മള് നമ്മൾ മാത്രം ജീവനിൽ കയറും, പ്രവൃത്തിയോ തീയിൽ വെന്തു പോകുന്ന രീതിയിൽ. ഈ ഈ ഇപ്പൊ ഉപമയെ വേണമെങ്കിൽ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ തെറ്റൊന്നുമല്ല. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് കർത്താവ് ദൈവരാജ്യത്തിലോട്ട് ഏവർക്കും ദൈവം ആ ഒരു പ്രവേശനം കൊടുക്കുന്നു എന്നുള്ളതാണ്, മുഖപക്ഷമില്ലാതെ പ്രവേശനം കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ വചനത്താൽ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വചനങ്ങളെ അവസാനിപ്പിക്കുന്നു.